ആലത്തൂർ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായി വോട്ട് അഭ്യർത്ഥിച്ച കലാമണ്ഡലം ഗോപി ആശാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കലാമണ്ഡലം ഗോപി ആശാൻ കെ രാധാകൃഷ്ണനായി വോട്ട് അഭ്യർത്ഥിച്ചത്. വിവരങ്ങൾ നൽകാൻ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് രാധാകൃഷ്ണന് വേണ്ടി അദ്ദേഹം പരസ്യമായി രംഗത്തെത്തുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അസിത വളരെ സ്നേഹപൂർവ്വം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട വിവരം. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വലിയ ചർച്ചയായി മാറിയ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നിലപാട് കലാമണ്ഡലം ഗോപിയാശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വ്യക്തിപരമായി തന്നെ തനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് കെ രാധാകൃഷ്ണൻ. അദ്ദേഹം ചേലക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ, ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ തന്നെ കലാമണ്ഡലത്തിനോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. താൻ കലാമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിന് വേണ്ടി എന്ത് ആവശ്യത്തിനും വളരെ അടുത്ത് ഓടിച്ചെല്ലാവുന്ന ഒരു വ്യക്തി. അദ്ദേഹം എന്ത് സഹായവും കലാമണ്ഡലത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായി ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് കലാമണ്ഡലം ഗോപിയാശൻ ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം തുടങ്ങുന്നത് ഇന്നലെ കലാമണ്ഡലം ഗോപിയാശന്റെ മകൻ രഘുരാജ് പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ്. അതിൽ BJP-കാർ സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹത്തെ കലാമണ്ഡലം ഗോപിയാശനെ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഒരു ഡോക്ടർ മുഖേന, സംഘപരിവാർ സഹയാത്രികനായ ഒരു ഡോക്ടർ മുഖേന കലാമണ്ഡലം ഗോപിയാശനെ വിളിച്ച് അദ്ദേഹത്തോട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നു സുരേഷ് ഗോപിയെ കാണാനായി. സുരേഷ് ഗോപി നാളെ അങ്ങയെ കാണാൻ വരും, അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ കലാമണ്ഡലം ഗോപിയാശന്റെ വിവരം മനസ്സിലായി. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നു. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലത്തൂർ മണ്ഡലത്തിലെ കെ രാധാകൃഷ്ണന് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹം നിലപാട് ആലത്തൂർ മണ്ഡലത്തിനോടാണ്. കാരണം അദ്ദേഹം താമസിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളല്ല, വോട്ടർ അല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ കലാകാരനായതിന്റെ പേരിൽ മാത്രം സുരേഷ് ഗോപി വന്നു കാണും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അപ്പോൾ അനുഗ്രഹം വേണമെന്ന് ഒരു മീഡിയേറ്റർ മുഖേന ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ കെ രാധാകൃഷ്ണന് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്ന ആ വാക്കുകൾ കൂടി കേൾക്കാം. അതിനുശേഷം ഞാൻ തിയോഫിനിലേക്ക് മടങ്ങിയെത്താം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കലാമണ്ഡലം ഗോപി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിപദം അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിരുന്നു എന്നെല്ലാം അറിയാവുന്ന മഹൽ വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം അങ്ങേറ്റം നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും കൂടി, അതായത് ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ ജനതയും ഒന്നിച്ചുകൂടി അദ്ദേഹത്തിനെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തിയോഫിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. തിയോഫിൻ, കേവല രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കലയെയും കലാകാരന്മാരെയും ഉപയോഗിക്കുകയും അവർക്ക് ഈ പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നവർക്കുള്ള രാഷ്ട്രീയമായ മറുപടി കൂടിയായി അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മാറുന്നുണ്ടല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു മറുപടിയാണ് വളരെ വ്യക്തമായ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മറുപടി, ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ കൃത്യമായി നൽകിയിരിക്കുന്നത്. എന്തായാലും സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും പ്രമുഖരെയും ഒക്കെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ഇവരെല്ലാം തങ്ങളോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴായി ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പുരസ്കാരങ്ങൾ നൽകിയാകട്ടെ മറ്റുള്ളവരെ ഒരുപക്ഷെ ഭീഷണിയുടെ രീതിയിലോ ഏതെങ്കിലും മറ്റു രീതിയിൽ സ്വാധീനം ചെലുത്തിയോ ആണ് തങ്ങൾക്കൊപ്പം നിർത്തുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പമാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വേണം ഈ ശ്രമത്തെ നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപിയാശാനെ ഒരു ഡോക്ടറെ ഉപയോഗിച്ച്, ഒരു ഡോക്ടറുടെ ഒരു മീഡിയേഷനിലൂടെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപിക്ക് അങ്ങേ വന്ന് കാണണം, അങ്ങേ വന്ന് കാണുന്നു, അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കാണണം എന്ന് മാത്രം ആവശ്യപ്പെടാൻ, അല്ലെങ്കിൽ കാണേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടാൽ ഇത്തരത്തിലൊരു വിഷയമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയോ ഉണ്ടാകേണ്ട കാര്യമില്ല. മുതലെടുപ്പാണ് എന്നത് മനസ്സിലാകില്ല. പക്ഷേ അനുഗ്രഹിക്കണമെന്ന വാക്കിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് വ്യക്തമായത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്ന് മനസ്സിലാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലത്തൂർ
ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് താമസിക്കുന്ന കലാമണ്ഡലം ഗോപിയാശാനെ കാണാൻ ഇവിടെ തിരക്കിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി എന്തിനു വരുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അപ്പോഴാണ് നമുക്കിതിന്റെ ഒരു സൂത്രം മനസ്സിലാകുന്നത്. അപ്പോൾ കലാമണ്ഡലം ഗോപിയാശാനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ആ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുകയുമാണ് അതിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാകുന്നു. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എന്നാൽ തന്നോട് ഈ ആവശ്യം ഉന്നയിച്ച ഡോക്ടർ പറ്റില്ല എന്ന് പെട്ടെന്ന് പറയാൻ അദ്ദേഹത്തിനൊരു കാരണം അദ്ദേഹത്തിന് ഒരു സ്വഭാവം നമുക്കറിയാം, വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന ആളാണ്. അത് പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല. പകരം മകനോട് പറഞ്ഞു, മകനോട് ഡോക്ടറെ വിളിച്ചിട്ട് സുരേഷ് ഗോപിയോട് വരേണ്ട, അവരോട് ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ മകൻ ഡോക്ടറെ വിളിച്ചു പറയും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ രഘു വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെ ഡോക്ടറെ വിളിച്ചു പറയുമ്പോൾ ഡോക്ടർ നേരത്തെ ഉള്ള ബന്ധം ചില അതായത് ഒരു നിർണായക ഘട്ടത്തിൽ കലാമണ്ഡലം ഗോപിയാശാനെ ചികിത്സിച്ച ഡോക്ടറാണിത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പെട്ടെന്ന് പറ്റില്ല എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായത്. ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് ഇവിടെ മകൻ ഫോൺ ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഒരു സമയത്ത് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതായി മകൻ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ. അങ്ങനെ പറയുമ്പോൾ പക്ഷേ ഈ അനുഗ്രഹം വാങ്ങാനായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് താങ്കളല്ല പറയേണ്ടത്, അത് ആശാൻ പറയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ രഘു പറയുന്നത് കേൾക്കാൻ തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് ഒടുവിൽ കലാമണ്ഡലം ഗോപിയാശാനെ തന്നെ നേരിട്ട് ഈ ഡോക്ടറോട് വിളിച്ചിട്ട് സുരേഷ് ഗോപിയും നേതാക്കളും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നതാണ്, അങ്ങേക്ക് പത്മവിഭൂഷൺ വേണ്ടേ, അതൊന്നും കിട്ടണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നാണ് വളരെ കൃത്യമായി വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ഈ പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കലാകാരന്മാരെ എത്തിക്കാനുള്ള ഈ ശ്രമം, ആ ശ്രമത്തിന്റെ ഭാഗമാണെന്നത് വ്യക്തമാകുന്നു. അങ്ങനെ അതിന് ആശാൻ നൽകുന്ന മറുപടി, എനിക്ക് സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകിയിട്ട് എനിക്ക് പുരസ്കാരം വേണ്ട എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തീർച്ചയായും തിയോഫിൻ പറഞ്ഞതുപോലെ അങ്ങനെ അനുഗ്രഹം നൽകിയിട്ട് പുരസ്കാരം വേണ്ട എന്ന് ഗോപിയാശാൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് മകനല്ലല്ലോ ഗോപിയാശാൻ തന്നെയല്ലേ ഇക്കാര്യം വിശദീകരിക്കേണ്ടത് എന്നുള്ള നറേഷൻ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് വന്നത്. അത്തരക്കാർക്ക് ഇപ്പോൾ ഗോപിയാശാൻ തന്നെ മറുപടി നൽകുകയാണ്, വിശദീകരിച്ച് നൽകുകയാണ്. കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം രംഗത്തെത്തുന്നു. വിവരങ്ങൾ നൽകിയത് തിയോഫിനാണ് തൃശ്ശൂരിൽ നിന്നും.